നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വട്ടനാത്ര സ്വദേശി മരിച്ചു. ഇരിങ്ങാലക്കുട പോട്ട റോഡിൽ നിയന്ത്രണം വിട്ട ട്രാവലർ പാടത്തേക്ക് മറിഞ്ഞു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പുറകിൽ ഇടിച്ചുകയറി. ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. തൃശൂർ പെരിങ്ങാവിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. ചികിത്സയിലിരിക്കെ മരിച്ച ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി ബാങ്കിലെ നിക്ഷേപ തുക ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ. കനത്ത മഴയെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. വാർത്തകൾ വിശദമായി അറിയാം. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വട്ടനത്തറ സ്വദേശി മരിച്ചു. ഇരിങ്ങാലക്കുട പോട്ട റോഡിൽ നിയന്ത്രണം വിട്ട ട്രാവലർ പാടത്തേക്ക് മറിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 7:30 തൊമ്മാനപ്പാടത്തായിരുന്നു അപകടം. വല്ലപ്പാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ബാരിക്കേഡുകൾ തകർത്ത് പാടത്തേക്ക് മറയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണിത്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പുറകിൽ ഇടിച്ചുകയറി. അപകടത്തിൽ കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. നെടുമ്പാശ്ശേരിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. കാറിന്റെ മുൻവശം ബസ്സിന് അടിയിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കല്ലൂരിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട സമയത്തായിരുന്നു അപകടം. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. തൃശൂർ പെരിങ്ങാവിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. സംസ്ഥാനത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം ശക്തി പ്രാപിച്ചതോടെയാണ് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ ഒട്ടുമിക്ക പുഴകളും തോടുകളും ചാലുകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. തൃശൂർ പെരിങ്ങാവിലാണ് വെള്ളക്കെട്ട് ഏറെ ഭീഷണിയായിരിക്കുന്നത്. പെരിങ്ങാവ് മണ്ണത്തെ ലൈനിലെ നിരവധി വീടുകളുടെ ചവിട്ടുപടി വരെ വെള്ളം കയറി. ഇനിയും ശക്തമായി മഴ പെയ്താൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടറോഡുകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുള്ളതിനാൽ വാഹനങ്ങൾ കടന്നു പോകുവാൻ പോലും വലിയ പ്രയാസമാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ടായതിനാൽ ചെറിയ തോതിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. ചെറിയൊരു മഴ പെയ്താൽ തന്നെ പെരിങ്ങാവ് പ്രദേശത്തെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ചികിത്സയിലിരിക്കെ മരിച്ച ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി ബാങ്കിലെ നിക്ഷേപ തുക ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ വൻ പ്രതിഷേധമുയർന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകനായ പുറത്തശ്ശേരി കോട്ടയ്ക്കകത്തുകാരൻ 68 വയസ്സുള്ള പൗലോസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സൈക്കിളിന് കുറുകെ തെരുവുനായ ചാടിയതിനെ തുടർന്ന് വീണു പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു പൗലോസ്. 2024 ഓഗസ്റ്റ് 23 അപകടം.
ഓർമ്മ നഷ്ടപ്പെട്ട പൗലോസ് 1 മാസം ആശുപത്രിയിൽ കഴിഞ്ഞു. ആശുപത്രി ചെലവ് 10 ലക്ഷം രൂപയായി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ. വീട്ടിലെത്തിയ ശേഷവും വൻതുക ചികിത്സയ്ക്ക് ചെലവായി. 10 വർഷം മുൻപ് പൗലോസ് 4 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പൊറത്തശ്ശേരി ശാഖയിൽ നിന്നും നിക്ഷേപിച്ചിരുന്നു. 50,000 രൂപയുടെ സ്ഥിര നിക്ഷേപമുണ്ടായിരുന്നു. നിക്ഷേപിച്ച മുഴുവൻ തുകയും അപകടം പറ്റിയ സമയത്ത് മടക്കി നൽകണമെന്ന് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും 50,000 രൂപ മാത്രമാണ് നൽകിയതെന്നും മുഴുവൻ തുകയും അന്ന് ലഭിച്ചിരുന്നെങ്കിൽ കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുമായിരുന്നെന്നും പൗലോസിന്റെ ഭാര്യ വെറോനിക്ക പറഞ്ഞു. ഓരോ മാസവും പണം ലഭിക്കാൻ ചികിത്സയുടെ ബില്ലുകൾ ചേർത്ത് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും 20,000 രൂപ വീതമാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ 3 മാസമായി അത് 10,000 രൂപയായി കുറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. തെക്കുംപാടം, മുത്തുള്ളിയാൽ, തോപ്പ്, ഊരകം മേഖലകളിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പടിഞ്ഞാട്ടുമുറി GJB സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. 50ഓളം പേരാണ് നിലവിൽ ക്യാമ്പിലുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യ രമേശ്, സെക്രട്ടറി MV മുംതാസ്, അംഗങ്ങളായ PS വനജ, ശ്രുതി വിജിൽ, സുനിത, ജിനു എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 105 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,200 രൂപ, പവന് 73,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വട്ടനാത്ര സ്വദേശി മരിച്ചു. ഇരിങ്ങാലക്കുട പോട്ട റോഡിൽ നിയന്ത്രണം വിട്ട ട്രാവലർ പാടത്തേക്ക് മറിഞ്ഞു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പുറകിൽ ഇടിച്ചുകയറി. ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. തൃശൂർ പെരിങ്ങാവിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. ചികിത്സയിലിരിക്കെ മരിച്ച ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി ബാങ്കിലെ നിക്ഷേപ തുക ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ. കനത്ത മഴയെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.